ഹേ ഗൈസ്, ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് MG ഓണേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം MGയിൽ നമുക്ക് ഗാനയുടെ സബ്സ്ക്രിപ്ഷനും അതേപോലെ എയർടെലിൻ്റെ ഇൻബിൽറ്റ് സിമ്മും വരുന്നുണ്ട്. ഞാൻ 2019 വാങ്ങിച്ച വണ്ടി ഇപ്പോൾ 2023 റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്കത് റീചാർജ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിന് നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതേപോലെ മൈ MG എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഏകദേശം ഒരു 13 MB ആണ് ആപ്പിൻ്റെ സൈസ് വരുന്നത്. സോ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ ലോഗിൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. അതായത് MG വാഹനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ അതിൽ നമ്മൾ ID പ്രൂഫും ഒരു മൊബൈൽ നമ്പറും കൊടുക്കും. ആ മൊബൈൽ നമ്പറാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു OTP കിട്ടും. ആ OTP നമ്മൾ ഇതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വാലിഡേറ്റ് കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൽ വാലിഡേറ്റ് ആയിട്ട് കയറാൻ പറ്റും. സോ അത് കറക്റ്റായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പേരൊക്കെ കാണാൻ പറ്റും. സോ അതിന് തന്നെ ഇവിടെ നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡ് ഉണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മൈക്ക് വോയിസ് കമാൻഡ് വെച്ച് കൊടുക്കാം. ഇവിടെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ വാഹനത്തിൻ്റെ സർവീസ് പീരീഡ് വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയിൽ നമുക്ക് സർവീസ് ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഷോപ്പൊക്കെ കിട്ടും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യേണ്ടത് നമ്മൾ ഡാഷ്ബോർഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ മൈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് 3 ഓപ്ഷൻ വരും. അതിൽ ആദ്യത്തെ ഗാനയും രണ്ടാമത്തെ എയർടെൽ ഡാറ്റ റീചാർജാണ്. നമ്മൾ ഗാന ക്ലിക്ക് ചെയ്യുക. ഗാന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ആയി വരും. അതിൻ്റെ അടിയിൽ നമുക്ക് 3 ഇയേഴ്സ് പ്ലാനിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. 400 രൂപയാണ് 3 കൊല്ലത്തെ ഗാന സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഒരു ഓപ്ഷൻ UPI, പിന്നെ നമുക്ക് Paytm ആണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത്. അതിൽ UPI ക്ലിക്ക് ചെയ്യുക. കാരണം എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണവരാണല്ലോ. എന്നിട്ട് നമ്മളിവിടെ ഗൂഗിൾ പേൻ്റെ UPI ID ഇവിടെ അടിച്ചു കൊടുക്കുക. അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതേപോലെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്ക് മാർക്കായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് അതിനുശേഷം അടിയിലത്തെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതേപോലെ ഗൂഗിൾ പേ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരിക. നമ്മളതിൽ എപ്രൂവ് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുക എപ്രൂവ് ഓട്ടോ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ UPI ID അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇതേപോലെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് MyG ആപ്പിൽ കാണിക്കും. സോ ഇപ്പോൾ നമ്മൾ ഗാനയുടെ സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എയർടെൽ ഡാറ്റ റീചാർജാണ്. സോ നമ്മൾ എയർടെലിൻ്റെ സിം എന്തിനാണ് റീചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടണം. ഈ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലാണ് ഈ ഗാന സബ്സ്ക്രിപ്ഷനൊക്കെ വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മൾ അതിന് തന്നെ എയർടെൽ ഡാറ്റ റീചാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലാൻസ് കാണിക്കും. ഇവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നോ ആക്റ്റീവ് പ്ലാൻസ് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ കറൻ്റ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കാണിക്കണേ. അതിൽ നമുക്ക് 2 പ്ലാൻസാണ് ഉള്ളത്. അതിലൊരു പ്ലാൻ 150 ദിവസത്തിൻ്റെയാണ്, 15 GB ഡാറ്റ കിട്ടും. അതിന് 300 രൂപയാണ്. അതുപോലെ തന്നെ അടുത്ത പ്ലാൻ 1 കൊല്ലത്തിൻ്റെ, അതായത് 365 ദിവസത്തിൻ്റെയാണ്. അതിൽ 30 GB ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ 500 രൂപയാണ്. ഇതൊക്കെ ടാക്സ് ഇൻക്ലൂഡഡ് അല്ലാത്ത റേറ്റുകളാണ്. സോ ഇനി നമുക്ക് അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ കാണിക്കുന്നത് നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്യാനാണ്. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ 1 കൊല്ലത്തെ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് നോ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പേയ്മെൻറ്റ് പേജാണ് വരിക. സോ നേരത്തെ കാണിച്ചതിനായിട്ടും കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ 590 രൂപയാണ് വരുന്നത്. അതായത് എക്സ്ട്രാ 90 റുപ്പീസാണ് ടാക്സ് വരുന്നത്. സോ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്, വാളറ്റ് ഉണ്ട്, പിന്നെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ അത് സെലക്ട് ചെയ്യുക. സോ നമ്മൾ ഇതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട എയർടെലിൻ്റെ അതേ പ്ലാനിൻ്റെ പേജിലേക്കാണ് വരിക. സോ അവിടെ നേരത്തെ നോ ആക്റ്റീവ് പ്ലാൻസ് കാണിച്ച സ്ഥലത്ത് ഇപ്പോൾ പ്ലാന് കാണുന്നത് കാണാം. ഇത് 30 GB എത്രത്തോളം യൂസ് ചെയ്തെന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ വാലിഡിറ്റി എത്ര ഉണ്ടെന്ന് അടിയിൽ നോക്കിയാൽ കാണാനും പറ്റും. സോ ഇതുപോലെയാണ് MG വാഹനങ്ങളുടെ ഗാനയും അതുപോലെ തന്നെ എയർടെലിൻ്റെയും സബ്സ്ക്രിപ്ഷൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.